إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب ഏറെ ആദരണീയരായ വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ കുറവുകളും പോരായ്മകളും തിന്മകളും ഉത്തരവാദിത്തത്തിൽ വന്ന വീഴ്ചകളും അള്ളാഹു നമുക്ക് അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അഫ്വ് കൊണ്ട് വിട്ടുവീഴ്ച ചെയ്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പല രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, സാമൂഹികമായി. അള്ളാഹു ഏവർക്കും പൂർണ്ണാർത്ഥത്തിലുള്ള സൗഖ്യവും സമാധാനവും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നാമുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, അള്ളാഹു അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം അനുഗ്രഹീതമാക്കി മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാകാൻ ഇടയുള്ള ഒരു വിഭാഗമാണ് അവരുടെ പിതാവ് അല്ലെങ്കിൽ പിതാക്കന്മാര് എന്നുള്ളത്. ഓരോ പിതാവും അവരുടെ ജീവിതത്തിൽ മക്കളുടെ വിഷയത്തിലെടുക്കുന്ന പല തീരുമാനങ്ങളും ആ മക്കളുടെ ജീവിതത്തിലുടനീളം അതിന്റെ സ്വാധീനവും ഫലവും നമുക്ക് ദർശിക്കാനാകും. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ
ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിതാവോ അതിനു മുകളിലുള്ള പിതാമഹന്മാരോ അവരിൽ ആരെങ്കിലും എടുത്ത ചില തീരുമാനങ്ങൾ തീർച്ചയായും ഇന്നും നമ്മുടെ ജീവിതത്തെ ഈ രൂപത്തിലാക്കി തീർക്കുന്നതിന് വഴിയായിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനാകും. ഇന്ന് നാം ഇങ്ങനെ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഈ പള്ളിയിൽ വളരെ സൗഖ്യത്തോടുകൂടി നമ്മളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ സത്യത്തിൽ നമ്മളൊന്ന് പിന്നിലേക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിലൂടെ ഇരിക്കാൻ സാധ്യമാകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ചില കരങ്ങളുണ്ട്, കഠിനാധ്വാനിച്ച ചില മനുഷ്യരുണ്ട്. അവര് ഇന്നീ ലോകത്ത് നിലവിലില്ല, ജീവിച്ചിരിപ്പില്ല. വർഷങ്ങൾക്ക് മുന്നേ അവർ നമ്മെ വിട്ട് മറഞ്ഞുപോയി. പക്ഷേ അവരവരുടെ ജീവിതത്തിലെടുത്ത ചില തീരുമാനങ്ങൾ, അതിന്റെ അനന്തരഫലം നാം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും പല വിധത്തിൽ, ഒന്നുകിൽ നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ വൈവാഹിക ജീവിതത്തിലായിരിക്കാം, നമ്മുടെ വിവാഹത്തിലായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയിലായിരിക്കാം, ഇതിലൊക്കെയും നമ്മുടെ പിതാവോ മാതാവോ അതിനപ്പുറത്തുള്ള പിതാമഹന്മാരോ എടുത്ത ചില തീരുമാനങ്ങൾക്ക് ചില രൂപത്തിലുള്ള സ്വാധീനങ്ങൾ തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വന്നത്, നമ്മുടെ പിതാക്കന്മാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിച്ഛേദിക്കാൻ കഴിയാത്ത ഒന്നാണ്. നമ്മെ പരിപൂർണമാക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു സമ്പ്രദായം അനുസരിച്ച് വംശ പരമ്പരയൊന്നും ഓർത്തുവെക്കുന്ന ഒരു രീതി നമുക്കില്ല. പക്ഷെ അങ്ങനെ ഓർത്തുവെക്കുമായിരുന്നെങ്കിൽ നമ്മൾ പിന്നോട്ടേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പിതാമഹന്മാർ അവരിൽ ഒരാൾ അവിശ്വാസികളായിരുന്നു എന്ന് വലിയൊരു വിഭാഗം ആളുകൾക്കും കണ്ടെത്താൻ കഴിയും. ആ പിതാമഹന്മാരിൽ ഏതോ ഒരു വ്യക്തി അവർ ധീരതയോടെ എടുത്തിയ ഒരു തീരുമാനമുണ്ട്. അവരുടെ നാട്ടിലുള്ള ആളുകളെ കണക്കാക്കാതെ, കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങാതെ അവരെടുത്ത ഒരു ആദർശപരമായിട്ട് അവരെടുത്തൊരു തീരുമാനമുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം ത്യജിക്കണം. അങ്ങനെ ധീരമായി അവരെടുത്ത നിലപാടിന്റെ ഒരു ഫലമാണ് സത്യത്തിൽ നമ്മിൽ പലരെയും ഇസ്ലാമികമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജനിക്കാൻ പോലും നമ്മെ പ്രാപ്തരാക്കി മാറ്റിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആ അർത്ഥത്തിൽ രണ്ട് പിതാക്കന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പിതാക്കന്മാരുടെ പ്രത്യേകത, അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായി അവരുടെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റുകളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുക, അത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി നമ്മുടെ ഐഡന്റിറ്റിയുടെ വലിയൊരു ഭാഗവും നമ്മുടെ പിതാക്കന്മാരാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മളിന്ന് ജീവിക്കുന്ന നാട് നമ്മുടെ ഈ നാടായി തീരുന്നതിൽ നമ്മുടെ പിതാമഹന്മാർക്ക് പങ്കുണ്ട്. നമ്മുടെ പേരിൽ നമ്മുടെ പിതാമഹന്മാർക്ക് പങ്കുണ്ട്. എന്നല്ല, നമ്മുടെ ജീന് പോലും, നമ്മൾ ജീനിൽ നാം പേര് നടക്കുന്നത് നമ്മുടെ ഉപ്പമാരുടെ വാപ്പമാരുടെ ജീനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റിയിൽ അവർക്ക് വലിയ പങ്കുണ്ട്. മൂന്നാമതായി, നമുക്ക് വേണ്ടി, അതല്ലെങ്കിൽ നാം ഇന്ന് ആസ്വദിക്കുന്ന ഈ ആസ്വാദനങ്ങൾക്ക് പിന്നിൽ അവർ ത്യജിച്ച ചില ത്യാഗങ്ങളുണ്ട്, ചില നൊമ്പരങ്ങളുണ്ട്, ചില വേദനകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതും അവരോടുള്ള നമ്മുടെ കടമയുടെ ഭാഗമാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ നമുക്ക് ഒരു പിതാവിനെ പരിചയപ്പെടുത്തി നൽകുമ്പോൾ ഈ കടമകളെല്ലാം ആ പിതാവിനോട് നമുക്ക് വന്നു ചേരുകയാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രവാചകന്മാരിൽപ്പെട്ട രണ്ടാളുകൾ നമ്മുടെ പിതാക്കന്മാരാണ് എന്ന് നമ്മെ പരിചയപ്പെടുത്തേണ്ടത്. ഒന്ന് ആദം നബി അലൈഹിസ്സലാമയാണ്. ആദം നബി എങ്ങനെയാണ് നമ്മുടെ പിതാവാകുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. രണ്ടാമത്തെ പ്രവാചകൻ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം നാം ഓരോരുത്തരുടെയും ആദർശ പിതാവായിട്ടാണ് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി നൽകിയിരിക്കുന്നത്. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ മാർഗം എന്ന് ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പരിചയപ്പെടുത്തി നൽകുകയാണ്. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് ഇബ്രാഹിം അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്താണ് ചോദിച്ചാൽ അത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ദീനാണ്, ഇസ്ലാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഐഡന്റിറ്റി. നാം ഓരോരുത്തരും മുസ്ലിമീങ്ങളാണ്, അന മിനൽ മുസ്ലിമീൻ എന്നുള്ളതാണ് ഓരോ ദിവസവും നാം പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ളത്.
ആ ഐഡന്റിറ്റി നമുക്ക് സമ്മാനിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നാം ഇന്ന് ആസ്വദിക്കുന്ന പല ആസ്വാദനങ്ങൾക്കും പിന്നിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജീവിതത്തിലെടുത്ത ചില തീരുമാനങ്ങളും അവിടുത്തെ കുടുംബം അനുഭവിച്ച ചില ത്യാഗങ്ങളുമുണ്ട് എന്നത് അനിഷേധ്യമായി നാം ഓരോരുത്തരും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം തന്റെ ജീവിതത്തിലെടുത്ത ചില തീരുമാനങ്ങൾ അത് തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും നാം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം കാണിച്ചു തന്ന പാതയിലൂടെ നാം സത്യത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിക്കാൻ പറയുന്ന ഒരു വചനം സൂറത്തുൽ അൻആമിൽ നമുക്ക് കാണാൻ കഴിയും. ഖുൽ, അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കണം, അങ്ങ് പറയണം, ഇന്നനി ഹദാനി റബ്ബി, തീർച്ചയായും എന്റെ റബ്ബ് എന്നെ ഇതാ വഴി നടത്തിയിരിക്കുന്നു, എനിക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നു. ഇലാ സിറാത്തി മുസ്തഖീം, നേരായ ഒരു പാതയിലേക്ക് എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു, എന്നെ വഴി നടത്തിയിരിക്കുന്നു, എന്നെ വഴി കാണിച്ചു തന്നിരിക്കുന്നു, എനിക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നു. ഏതാണ് ആ പാത? ദീനൻ ഖിയമ, അതിശക്തമായ നേരായ ചൊവ്വായ ഒരു ദീനാണ് ആ സിറാത്തുൽ മുസ്തഖീം. മില്ലത ഇബ്രാഹിം ഹനീഫ, ആ ദീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പാതയാണ്, മില്ലത്താണ്, മാർഗമാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞുതരാണ്. അപ്പോ ഇസ്ലാം എന്ന് പറയുന്ന നമ്മുടെ ഐഡന്റിറ്റി എത്രമാത്രം ഇബ്രാഹിം അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇസ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ആ പദം പോലും ഖുർആനിൽ ആവർത്തിച്ചു വരുന്നത് ഇബ്രാഹിം നബിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇസ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആവുക, നീ കീഴൊതുങ്ങുക, അള്ളാഹുവിന് വിധേയപ്പെടുക, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അങ്ങ് വിധേയപ്പെടുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, എപ്പോഴേ ലോകരക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു, വിധേയപ്പെട്ടിരിക്കുന്നു എന്നതത്രേ ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ മറുപടി എന്ന് പറഞ്ഞാൽ ഞാനിതാ മുസ്ലിം ആയിരിക്കുന്നു. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന പേര് നാമകരണം ഈ ഉമ്മത്തിന് ചെയ്തിരിക്കുന്നത് ഇബ്രാഹിം നബിയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, അല്ലാഹുവേ മുസ്ലിമീങ്ങളായ ഒരു ഉമ്മത്തിനെ ഇവിടെ നിലവിൽ കൊണ്ടുവരണം എന്നുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മുസ്ലിം ആണ് ഞാൻ എന്ന് വളരെ സധൈര്യം ആത്മവിശ്വാസത്തോടുകൂടി അങ്ങേയറ്റത്തെ പ്രൗഢിയോടുകൂടി നാം ഓരോരുത്തരും ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്, ഞാൻ മുസ്ലിമാണ്, വഅന മിനൽ മുസ്ലിമീൻ. നാം ഓരോരുത്തരും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. അപ്പോൾ എത്രമാത്രം ഇബ്രാഹിം നബിയുമായിട്ട് നാം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ഈ പേരിൽ മാത്രമല്ല, ഇസ്ലാമിന്റെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ എന്നറിയപ്പെടുന്ന 5 ഇസ്ലാം കാര്യങ്ങൾ, ആ 5 ഇസ്ലാം കാര്യങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് ചെന്നെത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ഒന്നാമത്തെ ഷഹാദത്ത് തന്നെ എടുത്തു നോക്കുക. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന ആ ഷഹാദത്ത് അത് ഏറ്റവും കൃത്യമായി അനർത്ഥമാക്കുന്ന ഒരു ജീവിതമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമയുടേത്. ഷഹാദത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന, തൗഹീദ് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരാള് അത് താത്വികമായി ഉൾക്കൊള്ളുകയല്ല, അത് നാവുകൊണ്ട് പറഞ്ഞു നടക്കലല്ല, അതെങ്ങനെയായിരിക്കണം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തന്ന ഒരു ജീവിതമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു മുവഹിദ് എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു ജീവിതമായിരുന്നു, അതിന്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ അൻആമിലെ ആ ആയത്ത്, അങ്ങ് നേരായ പാതയിലേക്ക് എന്റെ റബ്ബിത എന്നെ വഴി നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ നേരായ പാത, ആ ദീൻ, അത് ഇബ്രാഹിം നബിയുടെ പാതയാണ് എന്ന് പറഞ്ഞ തൊട്ടുടനെ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഖുൽ, പ്രവാചകൻ അങ്ങ് പറയുക, അങ്ങ് പ്രഖ്യാപിക്കുക. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ച ചില പ്രഖ്യാപനങ്ങൾ അങ്ങും പ്രഖ്യാപിക്കണം. ഏതാണ് പ്രഖ്യാപനം? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓരോ മുവഹിദിന്റെയും മുദ്രാവാക്യമാണത്. അള്ളാഹു മാത്രമാണ് എന്റെ ഏകനായ രക്ഷിതാവ്, അവന് മാത്രമാണ് എന്റെ അധികാരി, അവന് മാത്രമാണ് എന്റെ സൃഷ്ടാവ്, അവന് മാത്രമാണ് എന്റെ പരിപാലകൻ എന്ന് വിശ്വസിക്കുന്ന, പ്രഖ്യാപിക്കുന്ന ഓരോ ആളുകളും പ്രഖ്യാപിക്കേണ്ട ഒരു പ്രഖ്യാപനം അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുനാവിലൂടെ അള്ളാഹു പ്രഖ്യാപിപ്പിക്കുകയാണ്. ഖുൽ, അങ്ങ് പറയണം, പ്രഖ്യാപിക്കണം, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം മാത്രമല്ല, വനുസുകി വമഹ്യായ വമമാതി, എന്റെ ആരാധനാകർമ്മങ്ങളും നേർച്ച വഴിപാടുകളും മറ്റും, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവിനുള്ളതാണ്.
ലോകരുടെ രക്ഷിതാവ്, ഞാൻ എന്റെ ജീവിതവും മരണവും എന്റേതായി ഞാൻ കണക്കാക്കുന്നതെല്ലാം ഇതാ അടിയറവ് വെച്ചിരിക്കുന്നു. ലാ ശരീകല, ആ രക്ഷിതാവിന് യാതൊരു പങ്കുകാരനുമില്ല. ലാ ശരീകല വബിദാലിക ഉമിർത്ത്, അങ്ങനെ നിലപാടെടുക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വബിദാലിക ഉമിർത്ത് വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഒന്നാമനായി വിശ്വസിക്കുന്നവനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. ഇത് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത് എന്നത് തന്നെ നമ്മുടെ ഒന്നാമത്തെ നെടുംതൂണായ ഷഹാദത്തുമായി ഇബ്രാഹിം അലൈഹിസ്സലാം എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. രണ്ടാമതായി നാം ഹജ്ജ് എടുത്തു നോക്കുക. ഹജ്ജ് എന്നുള്ളത് ആ 5 സ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ്, ഒരു ഫർളാണ്. ആ ഹജ്ജുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്നതെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാമയും അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കാണാൻ കഴിയും. കഅബയെ തവാഫ് ചെയ്യുമ്പോൾ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത്, അതിനെ പടുത്തുയർത്തിയിരിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമയാണ്. അവിടെ വെച്ച് മഖാം ഇബ്രാഹിമിൽ വെച്ച് പ്രത്യേകമായി നാം പ്രാർത്ഥന നടത്തുന്നു. ആ മഖാമു ഇബ്രാഹിം അള്ളാഹു പ്രത്യേകമായി ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒരു സ്ഥാനമാണ്. ഹറമിൽ ഇബ്രാഹിം നബി നിന്ന സ്ഥലം, അദ്ദേഹത്തിന്റെ മഖാം, അദ്ദേഹത്തിന്റെ സ്ഥാനം സൂറത്തു ആല ഇംറാനിൽ കാണാം. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തെ ആദ്യമായി ജനങ്ങൾക്ക് മുഴുവൻ ഹിദായത്താകാൻ അള്ളാഹു ഈ ലോകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ആ കഅബയെക്കുറിച്ച്, അള്ളാഹുവിന്റെ ഭവനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയ ഉടനെ അള്ളാഹു പറയാണ് ഫീഹി ആയാത്തും ബയ്യിനാത്ത്. ആ മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആ ഭവനം ഫീഹി ആയാത്തും ബയ്യിനാത്ത്, ആ ഭവനത്തിൽ, ആ പ്രദേശത്ത് ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അവിടെ വളരെ വ്യക്തമായ ചില ആയാത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു മഖാമു ഇബ്രാഹിം, പ്രത്യേകിച്ച് വിശിഷ്യ അവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട്. ഹറമിനെ വളരെ സവിശേഷമാക്കി മാറ്റുന്ന ഒന്ന് മഖാമു ഇബ്രാഹിമാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന സ്ഥാനമാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. സഫയുടെയും മർവയുടെയും ഇടയിൽ സഅയ് നടത്തുമ്പോൾ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ നമ്മൾ ഓർക്കാതെ എങ്ങനെയാണ് സഫയുടെയും മർവയുടെയും ഇടയിൽ സഅയ് നമ്മൾ നടത്തുക? ജമറാത്തിൽ കല്ലെറിയുമ്പോൾ ഇബ്രാഹിം നബിയെ നേരിട്ട് അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി നമ്മൾ മാതൃകയാക്കി മാറ്റുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ഹജ്ജിൽ നാം ഉദ്ഹിയ്യത്ത് നടത്തി അവസാനമായി ബലി നൽകി പിരിയുമ്പോഴും ആ ബലി എന്നുള്ളതും ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തന്ന ഒരു പാഠമാണ്, മാതൃക. ഈ രൂപത്തിൽ ഹജ്ജും പൂർണ്ണാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇനി നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് എടുത്താൽ കഴിഞ്ഞ 2 ഖുതുബിൽ നമ്മൾ സൂചിപ്പിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നമസ്കാരവും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു, അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു വരും തലമുറകളിൽ നമസ്കാരം നിലനിർത്തുന്ന ഒരു സമൂഹം വരണം എന്നുള്ളത്. നാം ഓരോരുത്തരും നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്, ഉത്തരമായിട്ട് നാം ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുകയാണ്. സക്കാത്തിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇസ്മായിൽ നബിയെ ഇബ്രാഹിം നബിയുടെ ആ ശിഷ്യത്വത്തിൽ വളർന്ന, അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വളർന്ന, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട, അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ തന്റെ പൊന്നോമന പുത്രനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, ആ ഇസ്മായിൽ നബിയെ സൂറ മറിയമിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് തന്നെ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, അദ്ദേഹം തന്റെ സ്വന്തം കുടുംബത്തോട് സക്കാത്തും സലാത്തും നമസ്കാരവും കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇസ്മായിൽ നബിക്ക് ഈ പാഠം എവിടെ നിന്ന് ലഭിച്ചു ചോദിച്ചാൽ തീർച്ചയായും അത് ഇബ്രാഹിം നബിയിൽ നിന്ന് തന്നെയാണ് ഇസ്മായിൽ നബി ആ പാഠം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് റമദാനിലുള്ള നോമ്പാണ്. തീർച്ചയായും നമ്മൾ ആലോചിച്ചു പോയേക്കാം എങ്ങനെയാണ് റമദാനിലുള്ള നോമ്പ് ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവിടെയാണ് സൂറ ബഖറയിലെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഏറെ പ്രസക്തമായിട്ട് മാറുന്നത്. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. കഅബ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇസ്മായിൽ നബിയെ ചേർത്ത് വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി നടത്തിയ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഒരു ദുആ ആണ്, പ്രാർത്ഥനയായിരുന്നു. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അല്ലാഹുവേ ഈ സമൂഹത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറത്താണ് അത് പ്രാവർത്തികമാകുന്നത്. ഈ സമൂഹത്തിൽ ഇനി വരാനിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു റസൂലിനെ, ഒരു പ്രവാചകനെ അങ്ങ് നിയോഗിക്കണം. റസൂലൻ മിൻഹും, അവരിൽപ്പെട്ട ഒരു റസൂലിനെ. എന്താണ് ആ റസൂലിന്റെ പ്രത്യേകത? യത്ലൂ അലൈഹിം ആയാതി, നിന്റെ ആയാത്തുകൾ
പാരായണം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവാചകൻ. വയുഅല്ലിമുഹുമുൽ കിതാബ്, നീ അവതരിപ്പിച്ച വേദഗ്രന്ഥം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകൻ. വൽ ഹിക്മ, അവർക്ക് യുക്തി പകർന്നു കൊടുക്കുന്ന ഒരു പ്രവാചകൻ. വയുസക്കീഹിം, അങ്ങനെ നീ അവതരിപ്പിച്ച ആ വേദഗ്രന്ഥത്തിലൂടെ അവരെ സംസ്കരിക്കുന്ന ഒരു പ്രവാചകനെ അല്ലാഹുവേ നീ ഇവരിലേക്ക് നിയോഗിക്കണമെന്ന ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്, പുലർച്ചയായിരുന്നു വിശുദ്ധ ഖുർആനിന്റെ അവതരണവും അല്ലാഹുവിന്റെ റസൂലിന്റെ നുബുവത്തും. നാം റമദാനിൽ എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്, വ്രതം അനുഷ്ഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ആ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതിനോടുള്ള ഒരു ആദരവും അതിന്റെ ഒരു ആഘോഷവുമായിട്ടാണ് ഒരു മാസക്കാലം നാം വ്രതം അനുഷ്ഠിക്കുന്നത്. ആ ഖുർആൻ തന്നെയും സത്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്ലാമിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ആ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്ലാമിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അങ്ങനെയെങ്കിൽ ഓരോ റമദാനിലും നാം വ്രതം അനുഷ്ഠിക്കുമ്പോൾ സത്യത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആഘോഷം മാത്രമല്ല, അത് ഇബ്രാഹിം അലൈഹിസ്ലാമിയുടെ പ്രാർത്ഥനയുടെ പുലർച്ചയുടെ ഒരു ആഘോഷം കൂടിയായിട്ടാണ് നാം ഓരോരുത്തരും ആ വ്രതം എല്ലാ വർഷവും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ദീനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിനേത് അനുഷ്ഠാന കർമ്മങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴും, അതിന്റെ ആ ആദർശത്തെ പറ്റി ചിന്തിക്കുമ്പോഴും ഇബ്രാഹിം അലൈഹിസ്ലാമെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്കാവുകയില്ല. ഇബ്രാഹിം അലൈഹിസ്ലാം അതിന്റെ എല്ലാത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം ഈ ദീനിന്റെ എല്ലാ കോണുകളിലും ഇബ്രാഹിം അലൈഹിസ്ലാമെ നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനയുടെ രൂപത്തിൽ, അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ രൂപത്തിൽ, അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന്റെ രൂപത്തിലെല്ലാം ഈ ദീനിന്റെ എല്ലാ മേഖലകളിലും ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയണമെന്നുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഉൾക്കൊള്ളാതെ, ഇബ്രാഹിം അലൈഹിസ്സലാമയെ മനസ്സിലാക്കാതെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം പൂർണ്ണാർത്ഥത്തിൽ ഗ്രഹിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞല്ലോ, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നഹ്ലിൽ കാണാം, സുമ്മ ഔഹൈനാ ഇലൈക്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞാനിതാ അങ്ങയ്ക്ക് ഒരു വഹി നൽകുന്നു, ഉത്തരവ് നൽകുന്നു, അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു കൊടുക്കുന്ന കൽപ്പന അങ്ങ് പിൻപറ്റണം. ഈ ലോകരെല്ലാം പിൻപറ്റേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പിൻപറ്റാൻ പറയുന്നത് മില്ലത ഇബ്രാഹിമ ഹനീഫ, നേരായ ചൊവ്വായ മനസ്സുമായിട്ട്, വക്രതയില്ലാതെ ഈ ദീനിൽ നിലകൊണ്ട ആ ശുദ്ധമനസ്കനായ ഇബ്രാഹീമിന്റെ പാതയെ അങ്ങ് പിൻപറ്റുക എന്നതായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു കൊടുക്കുന്ന കൽപ്പന. ഫത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. അതേ കൽപ്പന ഈ ഉമ്മത്തിന് നൽകാനും അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയാണ് സൂറത്തു ആല ഇമ്രാനിലൂടെ, ഖുൽ സദഖല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന് അങ്ങ് പറയണം സദഖല്ലാഹ്, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, നിങ്ങളെല്ലാവരും ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റുക. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഓരോ നമസ്കാരങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർഷിക്കുമ്പോൾ, സ്വലാത്ത് ചെല്ലുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നാം ഇബ്രാഹിം നബിയെ സ്മരിക്കുന്നുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയിൽ നിന്ന് വേർതിരിക്കാൻ നമുക്ക് കഴിയൂല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, നമ്മുടെയൊക്കെ നമസ്കാരം ശരിയാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്, അല്ലാഹുവേ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ സ്വലാത്തുകൾ ചൊരിയണം, അനുഗ്രഹങ്ങൾ ചൊരിയണം. വാല ആലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മേലും നീ സ്വലാത്തുകൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ ചൊരിയണം. കമാ സല്ലൈത അലാ ഇബ്രാഹിം, എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അങ്ങ് അനുഗ്രഹം ചൊരിയേണ്ടത്? കമാ സല്ലൈത അലാ ഇബ്രാഹിം, അങ്ങ് നീ ഇബ്രാഹിം നബിയുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതുപോലെ റസൂലുള്ളാഹിയുടെ മുകളിലും നീ അനുഗ്രഹം ചൊരിയണം. വാല ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെ മേൽ എങ്ങനെയാണോ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെട്ടത് അതേ രൂപത്തിൽ റസൂലുള്ളാഹിയുടെ കുടുംബത്തിന്റെ മേലും അനുചരന്മാരുടെ മേലും അനുഗ്രഹങ്ങൾ ചൊരിയണം എന്നാണ് ഓരോ നമസ്കാരത്തിലും നാം പലതവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് നമ്മുടെ ദീനുമായിട്ട്, നമ്മുടെ അനുഷ്ഠാനങ്ങളുമായിട്ട്, നമ്മുടെ പ്രവാചകനുമായിട്ട്, നമ്മുടെ വേദഗ്രന്ഥവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പിതാവെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഇബ്രാഹിം നബിയെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം ഇബ്രാഹിം നബി തുടങ്ങി വെച്ച ആ ദൗത്യം പൂർത്തീകരിക്കുകയാണ് സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. വിശുദ്ധ ഖുർആൻ 3 സ്വപ്നങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. 3 പ്രവാചകന്മാർ കണ്ട 3 സ്വപ്നങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് നമുക്കൊക്കെ പരിചയമുള്ള ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു സ്വപ്നമാണ്. ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക. ഇസ്മായിൽ നബി അറുക്കുന്നതായിട്ട് ഇബ്രാഹിം നബി സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. രണ്ടാമത്തെ സ്വപ്നം ഇബ്രാഹിം നബിയുടെ തന്നെ വംശപരമ്പരയിൽപ്പെട്ട അദ്ദേഹത്തിന് ഇസ്ഹാഖ് എന്ന മകനിലൂടെ വന്ന യാക്കൂബ് നബിയുടെ മകനായ യൂസുഫ് അലൈഹിസ്സലാം കാണുന്ന സ്വപ്നമാണ് രണ്ടാമത്തെ സ്വപ്നം. ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അദ്ദേഹത്തിന് മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു സ്വപ്നം. മൂന്നാമത്തെ സ്വപ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നമാണ്. സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു വിവരിക്കുന്നുണ്ട്, ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ. അല്ലാഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചിരിക്കുന്നു റുഇയ ബിൽ ഹഖ്. അങ്ങയുടെ ആ സ്വപ്നത്തെ അല്ലാഹു തീർച്ചയായും പൂർത്തീകരിക്കുന്നു. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീന മുഹല്ലിഖീന റൂസകും വമുഖസ്സിരീന ലാ തഖാഫൂൻ. ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പ്രവേശിക്കുന്നതും അവിടെ വെച്ച് ഹജ്ജ് നിർവഹിക്കുന്നതും അങ്ങനെ ഹജ്ജിന് ശേഷം ബലി നടത്തി തലമുണ്ടനം ചെയ്യുന്നതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാണ്. ഈ 3 സ്വപ്നങ്ങൾ നമ്മൾ പഠന വിധേയമാക്കി കഴിഞ്ഞാൽ സത്യത്തിൽ ആ ആദ്യത്തെ 2 സ്വപ്നത്തിന്റെയും പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു പരിപൂർണമായ രൂപത്തിലുള്ള പൂർത്തീകരണമായിരുന്നു ഈ മൂന്നാമത്തെ സ്വപ്നത്തിന്റെ പുലർച്ച എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇബ്രാഹിം നബി കണ്ട സ്വപ്നം, ആ സ്വപ്നത്തിലൂടെയാണ് സത്യത്തിൽ ബലി നൽകുക എന്നൊരു കർമ്മം നമുക്ക് ശറഅക്കപ്പെടുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ അതേ ബലി നമുക്ക് എവിടെ കാണാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചപ്പോൾ ആ സ്വപ്നത്തിന്റെ പുലർച്ച അങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജ് നിർവഹിച്ചു. ശേഷം 100 ബലിമൃഗങ്ങളെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലി നൽകിയത്. 63 സ്വന്തം കരങ്ങൾ കൊണ്ടും ബാക്കിയുള്ളവ അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഇബ്രാഹിം നബി തുടക്കം കുറിച്ച ആ ബലി എന്ന ആ കർമ്മത്തിന്റെ പൂർത്തീകരണം, അതിന്റെ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള അതിന്റെ സുന്ദരമായ രൂപത്തിലൊരു രൂപം നബി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വപ്നം പുലരുമ്പോൾ നമ്മൾ ദർശിക്കാണ്. യൂസുഫ് നബിയുടെ സ്വപ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്റെ 11 സഹോദരങ്ങളെയും അതിജയിക്കുന്ന ഒരു സ്വപ്നമാണ് യൂസുഫ് നബി കാണുന്നത്. തനിക്കെതിരെ അക്രമം ചെയ്ത, തന്നെ ആക്രമിച്ച, തന്നെ കൊല്ലാൻ ശ്രമിച്ച, തനിക്കെതിരിൽ ഗൂഢാലോചന നടത്തിയ തന്റെ സഹോദരങ്ങളെ അദ്ദേഹം അതിജയിക്കുന്നതാണ് ആ സ്വപ്നത്തിന്റെ പുലർച്ച എന്നുള്ളത്. ആ സ്വപ്നം പുലരുന്ന ആ ഒരു രംഗം ഖുർആൻ വിവരിക്കുമ്പോൾ യൂസുഫ് നബി അവരോട് എടുക്കുന്ന ഒരു സമീപനം ഖുർആനിൽ കാണാം. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങളോട് ഞാനൊരർത്ഥത്തിലുള്ള പകവീട്ടൽ നടത്താൻ പോകുന്നില്ല, നിങ്ങളോട് ഒരർത്ഥത്തിലും ഞാൻ പകരം ചോദിക്കുന്നില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. അല്ലാഹു നിങ്ങൾക്ക് പുറത്തുവരട്ടെ എന്നതായിരുന്നു യൂസുഫ് നബി തന്റെ സഹോദരങ്ങളോട് സ്വീകരിച്ച ഒരു സമീപനം, ആ വിശാല മനസ്കത. അതേ സമീപനമാണ് റസൂലുള്ളാഹിയുടെ ആ സ്വപ്നം പുലരുമ്പോൾ ഹജ്ജിലേക്ക് വേണ്ടി പോയി മക്ക വിജയിച്ചു, മക്ക കീഴ്പ്പെടുത്തി. അങ്ങനെ തനിക്കെതിരിൽ പ്രവർത്തിച്ച ബദറിലും ഉഹദിലും അഹ്സാബിലും അതല്ലാത്ത ഘട്ടങ്ങളിലുമെല്ലാം അള്ളാഹുവിന്റെ റസൂലിനെയും റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ച സഹാബാക്കളെയും നശിപ്പിക്കാൻ ആഗ്രഹിച്ച തന്റെ സ്വന്തം ഖുറൈശികളിൽപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്ന നിലപാട്, തന്റെ സഹോദരൻ, എന്റെ സഹോദരൻ യൂസുഫ് അവന്റെ സഹോദരനോട്, അദ്ദേഹത്തിന്റെ സഹോദരനോട് സ്വീകരിച്ച നിലപാടാണ് എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഒരിക്കലും നിങ്ങളോട് ഒരാളോടും ഞാൻ പകവീട്ടുന്നില്ല, ഒരാളോടും ഞാൻ പകരം ചോദിക്കുന്നില്ല. നിങ്ങളെല്ലാവർക്കും ഇത് പുറത്തു നൽകിയിരിക്കുന്നു, പൊതുമാപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബനു ഇസ്മായിലിലൂടെ ഇബ്രാഹിം നബിയുടെ 2 സന്താനങ്ങൾ, ഒന്ന് ഇസ്മായിൽ നബിയിലൂടെയുള്ള സന്താന പരമ്പരയാണെങ്കിൽ മറ്റൊന്ന് ഇസ്ഹാഖിലൂടെയുള്ള സന്താന പരമ്പരയാണ്. ആ ബനു ഇസ്രായേൽ അറിയപ്പെടുന്ന ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട യൂസുഫ് നബിയുടെ സ്വപ്നവും ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ട സ്വപ്നവുമല്ല അത് പൂർണ്ണമാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായിട്ട്, അദ്ദേഹത്തിന്റെ ഉമ്മത്തിന്റെ പിതാവായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മാറുന്നത്. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ, മനസ്സിലാക്കാതെ ഒരിക്കലും യഥാർത്ഥ വിശ്വാസികളായിട്ട് നമുക്ക് ജീവിക്കുക സാധ്യമല്ല. എന്തായിരുന്നു ഇബ്രാഹിം നബിയുടെ മില്ലത്ത്? എന്താണ് ഇബ്രാഹിം നബിയുടെ മാതൃക?
അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മഹാവ്യക്തിത്വമായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരെ പറ്റി ആലോചിക്കുന്ന മഹാമനുഷ്യനായിരുന്നു. മറ്റുള്ളവരുടെ വിജയം, മറ്റുള്ളവരുടെ രക്ഷ, ഇതേക്കുറിച്ചായിരുന്നു അദ്ദേഹം എന്നും ആലോചിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിലെല്ലാം ലിന്നാസ് ലിന്നാസ് എന്ന മനുഷ്യരെ പറ്റിയിട്ടുള്ള ആലോചനകൾ, അവരെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരെ തുടരെ കടന്നുവരുന്നതായി കാണാൻ കഴിയും. അദ്ദേഹം ഒരിക്കലും വംശീയമായിട്ടോ വർഗീയമായിട്ടോ ആയിരുന്നില്ല ചിന്തിച്ചത്. അദ്ദേഹം മനുഷ്യരുടെ നന്മയായിരുന്നു ആഗ്രഹിച്ചത്. അദ്ദേഹം മാനുഷികമായ പരിഗണനയായിരുന്നു അദ്ദേഹം എല്ലാത്തിനും നൽകിയിരുന്നതെന്ന് കാണാം. ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ അദ്ദേഹം ആദ്യം പ്രയോറിറ്റി കൊടുത്തത് സ്വന്തം കുടുംബത്തിന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ തന്റെ പിതാവുമായിട്ട് അദ്ദേഹം നടത്തുന്ന അങ്ങേയറ്റത്തെ ആദരവോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി അദ്ദേഹം പിതാവുമായിട്ട് നടത്തുന്ന ആ പിതാവാകട്ടെ അങ്ങേയറ്റം ക്രൂരനായിരുന്നു. അദ്ദേഹം അങ്ങേയറ്റം ഹൃദയശൂന്യനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ പിതാവുമായിട്ട് അദ്ദേഹം അങ്ങേയറ്റത്തെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നടത്തുന്ന ഒരു സംഭാഷണത്തിലൂടെയാണ് യുവാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം പോലും ശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. അങ്ങേറ്റ ശ്രദ്ധേയമാണ്. തുടർന്ന് ആ പിതാവിന്റെ നന്മ അദ്ദേഹം ആഗ്രഹിക്കുന്നു. തന്റെ മക്കളുടെ വരും തലമുറയുടെ നന്മ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നു. ഈ ഒരു മനോഭാവമായിരിക്കണം അദ്ദേഹത്തിന്റെ മില്ലത്തെ പിൻപറ്റുന്നവർ എന്ന് അവകാശപ്പെടുന്ന നമുക്ക് ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. ഉമ്മത്ത് എന്ന രൂപത്തിൽ സമുദായത്തെ പറ്റി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. സമൂഹത്തിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. സാമൂഹികമായി നമ്മുടെ സമൂഹം എന്നല്ല, മനുഷ്യർ മുഴുവൻ എങ്ങനെയാണ് നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, മനുഷ്യരെ എങ്ങനെയാണ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുക, ഇതേക്കുറിച്ചുള്ള ആലോചനകളാണ് സത്യത്തിൽ ഇബ്രാഹിമി മില്ലത്തിന്റെ അന്തസത്ത എന്നുള്ളത്. എങ്ങനെയാണ് അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് അവന് മാത്രം വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു സമൂഹത്തെ രൂപീകരിക്കുക എന്നതായിരുന്നു ഇബ്രാഹിം നബിയുടെ ചിന്ത. ആ ചിന്തയുടെ ഫലം ഇന്നും സത്യത്തിൽ നാം പല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി തീർച്ചയായും നാമും അതിന് പരിശ്രമിക്കുക. അതിനുവേണ്ടിയുള്ള ത്യാഗം തീർച്ചയായും നാമും ഏറ്റെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റുന്ന, മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഹൃദയവിശാലതയുള്ള ആളുകളാക്കിയിട്ട് അല്ലാഹു നമ്മെ മാറ്റുമാറാകട്ടെ. നമ്മുടെ വരും തലമുറകൾ, നമ്മുടെ സന്താനങ്ങൾ ഒരിക്കലും എന്റെ ഉപ്പ മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് മാത്രം ഇസ്ലാം സ്വീകരിക്കുന്ന സന്താനങ്ങളായിട്ട് ഒരിക്കലും നമ്മുടെ സന്താനങ്ങൾ മാറരുത്, വരും തലമുറ മാറരുത്. ഇബ്രാഹിം നബി നൽകിയ ഏറ്റവും വലിയ പാഠം സ്വയം ചിന്തിക്കാൻ കഴിവുള്ളവരായിട്ട് മാറുക, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുക. ഈ എന്തിനാ ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്, എന്തിനാണ് അള്ളാഹുവിനെ ഞാൻ അള്ളാഹുവിനെ മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നത്, എന്തിനാണ് അള്ളാഹുവിനെ രക്ഷിതാവായി ഞാൻ അംഗീകരിക്കുന്നത് എന്ന ചോദ്യത്തിലുള്ള മറുപടി നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പ്രതലം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അവരുടെ ആത്മീയമായ വിജയം എന്നും നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടാകണം. തീർച്ചയായും പരലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അവർ തന്റെ നരകത്തെപ്പറ്റി കേൾക്കുമ്പോഴാകട്ടെ സ്വർഗത്തെപ്പറ്റി കേൾക്കുമ്പോഴാകട്ടെ അവിടെ തന്റെ കുടുംബത്തെപ്പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ. നരകത്തെപ്പറ്റി കേൾക്കുമ്പോൾ, അതിന്റെ ഭയാനകത ആലോചിക്കുമ്പോൾ എന്റെ കുടുംബം അതിലുണ്ടാകരുതേ എന്നതാണ് ഓരോ മാതാവും പിതാവും ആഗ്രഹിക്കേണ്ടത്, ഓരോ രക്ഷിതാവും മക്കളും ആഗ്രഹിക്കേണ്ടത്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ പറ്റി കേൾക്കുന്ന സമയത്ത് എന്റെ കുടുംബവും അവിടെ ഉണ്ടാകണമെന്ന അതിയായ ആഗ്രഹമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇബ്രാഹിം നബി നൽകുന്ന ഒരു പാഠവും അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ തൗഹീദിൽ ജീവിക്കുന്ന, തൗഹീദിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളാക്കി അല്ലാഹു നാം ഏവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.